ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസമാണ്. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. ഈശോ നമുക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദിവ്യകാരുണ്യമായി തീർന്നത്. എന്തിനു വേണ്ടിയാ? നിന്നെ ഈശോ സ്നേഹിക്കുന്നുകൊണ്ടാണ്, നിന്നോടൊപ്പം നിത്യം വസിക്കുന്നതിന് വേണ്ടിയാ. ഇത് ത്യാഗത്തിൻ്റെ ചിത്ര, ഇത് കാരുണ്യത്തിൻ്റെ ചിത്ര, ഇത് വിട്ടുകൊടുക്കലിൻ്റെ ഇല്ലായ്മ ചെയ്യലിൻ്റെ ചിത്ര. നിനക്ക് വേണ്ടി ഈശോ അങ്ങനെയായി തീർന്നു. ഇനി നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിന്നെ തന്നെ ഈശോയിലേക്ക് ചേർത്ത് വയ്ക്കണം. ഈശോ കൂട്ടത്തിലുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന് വേണ്ടതെല്ലാമായി. ഒരിക്കലും ഈശോയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഒത്തിരി ആളുകൾ ഒത്തുകൂടി. അവസാനം ഈശോ അവർക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിക്കുകയാണ്. അതിൻ്റെ അന്ത്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 17-ാം തിരുവചനം. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഈശോയുടെ നിറസാന്നിധ്യത്തിൽ ഇത് ഭൗതിക അപ്പത്തെക്കുറിച്ച് പറയുക. ആ അപ്പം എല്ലാവർക്കും തൃപ്തിയോളം കൊടുത്തു, എന്നിട്ട് വേണ്ടുവോളം മിച്ചം വന്നു. ഒരു ഭൗതികതയെ ഈശോ ഇപ്രകാരം അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ ഈ ഈശോനെ ചേർത്ത് പിടിച്ചാൽ, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നെ തന്നെ വിട്ടുകൊടുത്താൽ, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും വെളിച്ചമായി തീരും. എല്ലായിടത്തും ഈശോയുടെ അഭിഷേകം ഉണ്ടാവും. അത് അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്റെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി അലിഞ്ഞു തീർന്ന് ഇല്ലാതായി ഇങ്ങനെ ഒരു അപ്പമായി തീർന്നതിന് ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ, ഇതിൻ്റെ അഭിഷേകം കൊണ്ട് ഈ വ്യക്തിയെ നിറയ്ക്കണമേ. നിന്നിലേക്ക് പരിപൂർണമായിട്ട് ചേർത്ത് വയ്ക്കുവാനും നിന്നെ അനുഭവിക്കാനുള്ള കൃപ ഇയാൾക്ക് നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവം.